ലേൺ അറ്റ് ഈസി ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഹെൽത്ത് ഇൻഷുറൻസ് ആയ മെഡിസിപ്പ്, ആ മെഡിസിപ്പ് കാർഡ് എങ്ങനെ നമുക്ക് 2023-24 കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാർഡിൽ നിന്ന് എത്ര രൂപ ഹോസ്പിറ്റലുകാർ എടുത്തിട്ടുണ്ട് എന്നും നമുക്കറിയാൻ പറ്റും. ആദ്യമായി ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ മെഡിസിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ medicip.kerala.gov.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് താഴെ മെഡ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോയിലോട്ട് വന്നു. അവിടെ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്നൊരു വിൻഡോയിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് താഴെ മെഡിസിപ്പ് ഐ ഡി എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് മെഡിസിപ്പ് ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനോട്ട് താഴെ എംപ്ലോയി ഐ ഡി ഉണ്ട്. ആ എംപ്ലോയി ഐ ഡിയും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്ത ശേഷം തൊട്ട് താഴെ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോയിലോട്ട് വന്നു. അവിടെ നമുക്ക് ഈ കാർഡിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. പേര്, അവിടെ ആ ആളുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇതിലോട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഈ മെഡിസിപ്പ് കാർഡ് ഡൗൺലോഡായി ഒരു PDF ഫോർമാറ്റിലോട്ടാണ് വരുന്നത്. നമുക്ക് ഈ കാർഡ് ഇതിൽ പ്രിന്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇൻഷുറൻസിന്റെ നമ്പറൊക്കെ ഉണ്ട്, പോളിസി നമ്പർ. അപ്പം അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ചികിത്സയ്ക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ ക്ലെയിം ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കിടത്തി ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ആ ക്ലെയിം എമൗണ്ട് ഒക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, എത്ര രൂപ എടുത്തിട്ടുണ്ട്. മുകളിൽ ടോട്ടൽ സം ഇൻഷുർ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, പിന്നെ ബാലൻസ് സം കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ടുള്ള 4,50,000 നിന്ന് നമുക്ക് 54,353 രൂപ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ട്. അത് കഴിച്ചുള്ള ബാലൻസ് അവിടെ കാണിക്കും. തൊട്ട് താഴെ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ക്ലെയിം ഹിസ്റ്ററിക്കകത്ത് നോക്കാമെങ്കിൽ നമുക്ക് കറക്റ്റ് ആണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സൈൻ ഔട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ മെഡിസിപ്പ് ഐ ഡിയുടെ നമ്പർ അറിയില്ലെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. എംപ്ലോയി ആണ് എംപ്ലോയി, പെൻഷൻ ആണ് പെൻഷനർ സെലക്ട് ചെയ്യുക. തൊട്ട് റൈറ്റ് സൈഡിൽ പെൻ നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ എംപ്ലോയി ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ജോലി ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം തൊട്ട് താഴെ ക്യാപ്ചർ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ വരും. അവിടെ നമുക്ക് ഈ പെൻഷൻ അല്ലെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അവിടെ നമുക്ക് മെഡിസിപ്പ് ഐ ഡി കിട്ടും, അവിടെ നമുക്ക് ഡിപ്പെൻഡന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമുക്ക് ഹോമിൽ പോയി ഈ മെഡിസിപ്പ് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് മെഡിസിപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.